ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശൻ നയനയും നന്ദുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും അവൻ ചെയ്ത ഈ തെറ്റ് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല മോളെ. എന്നാലും ഞങ്ങൾക്ക് അയാളൊന്ന് കാണണം. ഇനിയിപ്പോൾ അനിയെക്കുറിച്ചോ നന്ദുവിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വാ, ഇപ്പം നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം എന്നും പറയാം. എവിടെ ലോക്കപ്പിലാണോ അയാളുള്ളത്? അല്ല ആദർശേട്ടാ, ലോക്കപ്പിലൊന്നും കിടത്തിയിട്ടില്ല, ദേഹോപദ്രവം ചെയ്തിട്ടില്ല, പുറത്ത് തന്നെ ഇരിക്കുന്നത്. അതെന്താ മോളെ അങ്ങനെ ചെയ്തത്? അകത്ത് കയറ്റിയിട്ട് നല്ല അടി അവനിട്ട് കൊടുക്കായിരുന്നില്ലേ? വേണ്ട ആദർശേട്ടാ, അല്ലെങ്കിൽ തന്നെ ഞാൻ അവന് ഇരുട്ടടി കുറേ കൊടുത്തിട്ടുള്ളതാ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടിക്കാതിരുന്നത്. സാരമില്ല, തെറ്റ് ചെയ്തത് എന്തായാലും അയാൾ സമ്മതിച്ചു കഴിഞ്ഞു, ഇനി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ ഇരിക്കുക. ഈ സമയം ആദർശൻ നയനെ അങ്ങോട്ട് പോയി. ആദർശൻ നയനെ അവിടെ ചെന്നതും വേണു അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേണുവിൻ്റെ മുഖത്ത് നോക്കി, ആദർശ് തനിക്ക് നാണോ ഇല്ലല്ലോടോ? മകൾക്ക് സമ്മാനമായിട്ട് കിട്ടിയ നെക്ലസ് കൊണ്ടേ അത് വിൽക്കാൻ. അത് കേട്ടതും എൻ്റെ പൊന്നാദർശെ ചതിക്കരുത്, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു, സോറി, എന്നോട് ക്ഷമിക്ക്, ഇതൊരു കേസാക്കരുത്. അത് മാത്രമല്ല, ഇത് കേസായ എൻ്റെ മോളുടെ ജീവിതം തകരും. തനിക്കിത് ചെയ്യുമ്പോൾ ഒന്നും തോന്നിയിട്ടില്ലേ? ഇപ്പോഴാണോ തോന്നുന്നത്? അത് കേട്ടതും വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. കുറച്ചെങ്കിലും നാണോ മാനോ ഉണ്ടായിരുന്നെങ്കിൽ താനിങ്ങനെ ചെയ്യുമായിരുന്നോ? താനിങ്ങനെ ചെയ്തത് മാത്രമല്ല, ആ കുറ്റം എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും തലയിൽ കെട്ടിവെക്കുകയും ചെയ്തു. അങ്ങനെയുള്ളപ്പോൾ തന്നോട് എങ്ങനെയാണോ ക്ഷമിക്കുന്നത്? നയനമോളെ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കേ, ഇതിൻ്റെ പേരിൽ ഇനി ശിക്ഷിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് വേണു അവരുടെ മുൻപിൽ കൈകൂപ്പുക. കണ്ടില്ലേ ആദർശേട്ടാ, കുറച്ച് പോലും നാണോ മാനോ ഇല്ലാതെ ചെയ്യുന്നത്. അനാമിക മോളെ, അവള് ഒന്നും അറിയാതെ അതൊക്കെ ചെയ്തത്, സോറി. അത് കേട്ടതും ഒരു അനാമിക മോള്, അവൾ കാരണം ആ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയാമോ? എൻ്റെ ഭാര്യയെയും അവരുടെ ചേച്ചിയെയും അനിയത്തെയും ഒക്കെ അവൾ കുറ്റപ്പെടുത്തുക. വലിയ ആളെപ്പോലെയാണ് അവൾ നടക്കുന്നതും പെരുമാറുന്നതും ഒക്കെ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മറ്റുള്ളവരുടെ മുൻപിൽ നല്ലവരാകാൻ വേണ്ടി എന്തും ചെയ്യുമെന്നാണോ എന്നൊക്കെ പറയണം. അത് കേട്ടതും അവൾ കൊച്ചു കുഞ്ഞല്ലേ, അതുകൊണ്ട് അവൾക്കൊന്നും അറിയില്ല. പിന്നെ കൊച്ചു കുഞ്ഞ് അനന്തപുരിയിൽ അവളെപ്പോലെ ബുദ്ധിയുള്ള ഒരുത്തി വേറെയില്ല എന്ന് അവളുടെ ബുദ്ധി വെറും ബുദ്ധിയാണ്. അത് ഞങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം. അച്ഛനെയും അമ്മയെയും രക്ഷിക്കാൻ വേണ്ടി അവൾ ഓരോന്ന് ചെയ്തു കൂട്ടുക. സ്വന്തം ഭർത്താവിനെ ചതിച്ച് മറ്റുള്ള പുരുഷന്മാരോടൊപ്പം ചുറ്റി നടക്കുന്ന അവളെയൊക്കെ ചാട്ടവാറുകൊണ്ട് അടിക്കേണ്ടതാ. പക്ഷെ ഞങ്ങൾ മിണ്ടാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആ വീട്ടിൽ വേറെ ചിലരുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും മിണ്ടാതെ എല്ലാം അടങ്ങി ഒതുങ്ങി പോകുന്നത്. അത് കേട്ടതും മോനെ, അവളോട് ക്ഷമിച്ചേക്ക്, അവൾ കൊച്ചു കുഞ്ഞല്ലേ, അതുകൊണ്ട് അവൾക്ക് അറിയില്ല ഒന്നും, എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. പിന്നെ കൊച്ചു കുഞ്ഞ്, ഇനി നിങ്ങൾ ആ ഭാഷ പറഞ്ഞാലുണ്ടല്ലോ കേസ് ഞങ്ങൾ ഒന്നും കൂടെ മുറുക്കാൻ പറയും, മനസ്സിലായല്ലോ? ഇല്ല മോളെ, ഇനി ഞാൻ അങ്ങനെ പറയില്ല. എന്നാൽ പിന്നെ മിണ്ടാതിരുന്നോളണം അവിടെ. ആദർശേട്ടാ, നമുക്ക് നന്ദുവിനോട് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് രണ്ടുപേരും കൂടെ പോവുക. അപ്പം നന്ദു അനിയെക്കുറിച്ചൊക്കെ ആലോചിച്ചിരിക്കുമായിരുന്നു. ഈ സമയം എന്ത് ചെയ്യാനാ നന്ദു? അയാളെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. പക്ഷെ എന്നാലും സാരമില്ല, കേസാക്കണ്ട മോളെ, വിട്ടേരെ. എൻ്റെ ആദർശേട്ടാ, ഇതുപോലെ നമ്മൾ എത്ര അവരെ വിട്ടയച്ചാലും നമുക്കെതിരെ ഒന്നും അവർക്കൊരു സങ്കടം ഉണ്ടാവില്ല. നമ്മുടെ നേരെ എന്നും കുറ്റങ്ങളുമായിട്ട് വരത്തേ ഉള്ളൂ. അതുകൊണ്ട് ആദർശേട്ടാ, അയാളോട് ദയവ് കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. സാരമില്ല മോളെ, ഇയാളകത്ത് കിടന്ന അതിൻ്റെ പേരിൽ അനാമിക അനന്തപുരിയിൽ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവിടെ തളരാൻ പോകുന്നത് മുത്തശ്ശനും മുത്തശ്ശിയുമായിരിക്കും. അതുകൊണ്ടാണ് ഒന്നും വേണ്ടെന്ന് പറയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ സത്യം കണ്ടുപിടിച്ചല്ലോ, കള്ളനാരാണെന്ന് മനസ്സിലായല്ലോ, അതുകൊണ്ട് തന്നെ കേസ് ഞങ്ങൾ തിരിച്ചെടുക്കുക എന്നും പറയണം. ഇതാണ് വലിയമ്മയുടെ കയ്യിൽ നിന്നും കാണാതായ നെക്ലസ്. എന്നാ ആദർശേട്ടാ, ഇത് വലിയമ്മയ്ക്ക് എന്നെ കൊണ്ട് തിരിച്ചു കൊടുത്തേരെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു കവറങ്ങ് കൊടുക്കുക. അത് കണ്ടതും നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി. നയന സന്തോഷത്തോടെ നന്ദുവിന് താങ്ക്സ് പറയുക. എനിക്ക് സന്തോഷമായി മോളെ, ഈ കണ്ടെത്തലോടുകൂടെ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുണ്ടായിരുന്ന മോക്ഷണ പേര് ഇല്ലാതെയായി. ആ മോക്ഷണ കുറ്റം ചുമത്തിയതിന് നമ്മുടെ അച്ഛനും അമ്മയും ഒരുപാട് വേദനിച്ചിട്ടുണ്ട്, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്, മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിച്ച് നിന്നിട്ടുണ്ട്. മുത്തശ്ശനെ പോലെയും മുത്തശ്ശിയെപ്പോലെയും ആദർശേട്ടനെ പോലെയൊക്കെ ഒരാളുണ്ടായിരുന്നതുകൊണ്ട് അന്ന് നമ്മുടെ അച്ഛനും അമ്മയും രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു സംഭവം? ഈ വേണു കാരണം നമ്മുടെ അച്ഛനും അമ്മയും ജയിലിൽ പോയി കിടക്കേണ്ടി വരില്ലായിരുന്നോ? അതൊക്കെ എനിക്കറിയാം ചേച്ചി. അതുകൊണ്ടാണ് ഇപ്പോൾ കേസ് പിൻവലിക്കേണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും ഇത് കേസ് കോടതിയിലാക്കി കോടതിയിൽ നിന്നും ഇയാളെ റിമാൻഡ് ചെയ്യിക്കാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ആദർശേട്ടൻ വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് വേണ്ട. മോളെ, ഇനിയും പല കള്ളങ്ങളും കണ്ടുപിടിക്കാനുണ്ട്. വേണുവും അയാളുടെ ഭാര്യയും മകളും കൂടി ചെയ്ത പല കള്ളങ്ങളും. എന്ത് ചെയ്യാനാ, അനിയെ മൊത്തത്തിലങ്ങ് ഒരു മുക്കിന്ന് തന്നെ പറയാം. അനിയുടെ കാര്യം കഷ്ടത്തിലായി, പാവൻ്റെ അനി. ഇതുകൊണ്ട് തന്നെയാണ് ആദ്യം മുതലേ പറഞ്ഞത് അവൾ വേണ്ടാന്ന്. പക്ഷെ നമ്മളത് വിശ്വസിച്ചില്ല.
നമ്മൾ വിചാരിച്ചു അവൻ തമാശയ്ക്ക് പറയുന്നതെന്ന്. എന്നാൽ അത് കാര്യമായിരുന്നു എന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. എൻ്റെ അനിയൻ്റെ ജീവിതം മൊത്തത്തിൽ അങ്ങ് താറുമാറായി. ആദർശൻ നയനയും അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം നന്ദുവിന് നല്ല സങ്കടമുണ്ട്. അതെ, അവർ പറഞ്ഞതിൽ എത്രയോ കാര്യമുണ്ട്. അനി എത്ര പ്രാവശ്യം സത്യം തുറന്നു പറഞ്ഞതാ, എന്നിട്ട് പോലും അതൊന്നും കാര്യമാക്കാതെ ആകെ സങ്കടപ്പെട്ട് നിന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അനിയുടെ ജീവിതം താറുമാറായി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിലാണ്. അനാമിക ടെൻഷനോടുകൂടെ അവിടെ ഇങ്ങനെ ഇരിക്കുക ഹോളിൽ. അപ്പോഴേക്കും ആദർശൻ നയന എത്തിയതും നമ്മുടെ അനാമിക തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക. ഈ സമയം അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനിയും ജലജയും ജാനകിയും ഒക്കെ വരികയാണ്. നവ്യം വരുന്നുണ്ട്. ഈ സമയമാണെങ്കിൽ അമ്മേ, മരുമകളായിട്ട് വന്നപ്പോൾ എന്നെ പോലും അമ്മ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഇവളെ അമ്മ ഒരുപാട് സ്നേഹിച്ചു. ഇവൾക്ക് വേണ്ടി അമ്മ എല്ലാം ചെയ്തു. ആ സമയത്ത് ഇവൾക്ക് അമ്മ വലിയ വലിയ സമ്മാനങ്ങൾ നൽകിയിരുന്നു. അന്ന് ഒരു നെക്ലസ് അമ്മ ഇവൾക്ക് സമ്മാനമായി കൊടുത്തിട്ട് ആ നെക്ലസ് കാണാതെ പോയി. അത് കാണാതെ പോയതിൻ്റെ പേരിൽ ഇവളുടെ അച്ഛനും അമ്മയും കൂടി ചേർന്ന് എന്നെയും എൻ്റെ അച്ഛനെയും അമ്മയെയും എൻ്റെ ചേച്ചിയും ഒക്കെ കള്ളിയാക്കി. എന്നിട്ട് ഇവർ നല്ലവരായി. എന്തായാലും യഥാർത്ഥ പ്രതിയെ പിടിച്ചിട്ടുണ്ട്. ഇവളുടെ അച്ഛനെ ഈ മാല പലിശക്കാരന് കൊടുത്ത് പൈസ മേടിച്ചിരിക്കുമായിരുന്നു. ദേ നോക്കിയേ, ഈ മാല തന്നെയല്ലേ അമ്മ ഇവൾക്ക് സമ്മാനമായിട്ട് കൊടുത്തതെന്ന്. അത് കേട്ടതും ദേവയാനി അത് മേടിച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ നോക്കുക. അതേ മോളെ, ഇത് തന്നെയാണ് ഞാൻ അനാമികയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തത്. അപ്പോൾ ഇവൾ അറിഞ്ഞുകൊണ്ടാണെല്ലാം നടന്നതല്ലേ? അതൊന്നും പറയണ്ട. എന്തായാലും ദേ ഇവളറിഞ്ഞുകൊണ്ടാണെന്ന് തന്നെയാണെന്ന് ഞങ്ങളുടെയും വിശ്വാസം. അത് കേട്ടതും അല്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. നീ അറിയാതെ എങ്ങനെയാടി ഈ സ്വർണം നിൻ്റെ അച്ഛൻ്റെ കയ്യിലെത്തുന്നത്? നിൻ്റെ അച്ഛനല്ലേ നീ ഇത് കൊടുത്തത്? അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ കള്ളനാണോ? നിൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതാണോ? ഇതൊക്കെ ഇവർ പറഞ്ഞുണ്ടാക്കുന്ന കഥയാ. ഇവരെ ഒന്നും കണ്ണടച്ച് വിശ്വസിക്കരുത്. സ്വർണ്ണ നെക്ലസ് ഇവരുടെ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതെടുത്തിട്ട് പലിശക്കാരൻ്റെ കൈ കൊടുത്തിട്ട് ഞങ്ങൾ കൊടുത്താണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടാവും. നിർത്തടി, ഇനിയും അനാവശ്യ വാക്കുകൾ പറഞ്ഞാലുണ്ടല്ലോ നിൻ്റെ അച്ഛൻ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നീ കൂടുതൽ ഡയലോഗ് ഇറക്കണ്ട. മര്യാദയ്ക്ക് പറയുന്ന അങ്ങ് അനുസരിച്ചാൽ മതി. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എൻ്റെ ചേച്ചിയുടെയൊക്കെ തലയിൽ നീ കുറ്റം കെട്ടിവെച്ചത് ഞങ്ങൾ മറന്നിട്ടൊന്നുമില്ല. പിന്നെ അതിൻ്റെ പേരിൽ ഞങ്ങൾ നിൻ്റെ അച്ഛനെ ശിക്ഷിക്കേണ്ടതാ എന്ന കേസ് പിൻവലിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അത് കേട്ടതും എൻ്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് കേസ് പിൻവലിച്ചത്. അതിൻ്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. നിന്നെക്കുറിച്ച് ഓർത്തിട്ടാണ് ഞങ്ങൾ കേസ് പിൻവലിച്ചത്. അല്ലെങ്കിൽ അയാളെ റിമാൻഡ് ചെയ്ത് അകത്തിടാൻ പറഞ്ഞായിരുന്നു. ആദർശേട്ടനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവൻ കേസ് പിൻവലിക്കേണ്ട, കേസ് നടക്കട്ടെ എന്ന്. അതെ, കേസ് നടക്കണമായിരുന്നു. എന്നാലും എൻ്റെ അച്ഛൻ നിരപരാധിയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളായിരുന്നു. എന്നാൽ പിന്നെ വൈകിട്ടില്ല, ഒന്നുകൂടെ നന്ദുവിനോട് കേസ് റീഓപ്പൺ ചെയ്യാൻ പറയാം. അങ്ങനെയാണെങ്കിൽ നിൻ്റെ അച്ഛനെ കോടതിയിൽ കൊണ്ടുപോയി വിസ്തരിക്കാമല്ലോ. അത് കേട്ടതും അത് തന്നെയാണ് നിങ്ങളുടെയൊക്കെ ആഗ്രഹം. എൻ്റെ അച്ഛനും അമ്മയും കോടതി കയറ്റി ഇറങ്ങണം, ഒപ്പം എന്നെയും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ കൂട്ടിക്കോ. അപ്പോൾ ജാനകി, എൻ്റെ മരുമകളെ കള്ളിയാക്കുന്ന ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യേണ്ട, ഞങ്ങൾ സമ്മതിക്കുകയില്ല. സ്വന്തം മരുമകൾ എത്ര പെരുങ്കള്ളിയാണെങ്കിലും ആ മകളെ കണ്ണുടച്ച് വിശ്വസിച്ച് കിടക്കുന്ന ഒരു അമ്മായിയമ്മയാണ് ഇളയമ്മ. ഒന്നോർത്തോ, ഇളയമ്മയുടെ നാശമായിരിക്കും ഇവള്. എൻ്റെ മരുമോൾ എനിക്ക് നാശമൊന്നുമല്ല, നീയാണ് ഈ വീട്ടിലേക്ക് കയറി വന്ന നാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകിയും. അത് കേട്ടതും എൻ്റെ മരുമോൾ ഒരിക്കലും സ്വർണ്ണം എടുക്കില്ല. എൻ്റെ മരുമോൾ ഒരു നാശമല്ല. അവൾ മിടിക്കുക. അവളെപ്പോലെ ഒരു മരുമകളെ കിട്ടാൻ പുണ്യം ചെയ്യണം. അങ്ങനെ ഒരു മരുമകളെ നിനക്ക് കിട്ടിയില്ല ജാനകി, അതുകൊണ്ട് നീ അസൂയപ്പെടുകയൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി മഴക്കുറേ സമയം അമ്മ വലിയമ്മയ്ക്ക് അറിയോ ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കുമെന്ന്, ഞാൻ ഇങ്ങനെയൊക്കെ കൊണ്ട് വിൽക്കുമെന്ന്? ആര് കണ്ടു മോളെ? മോളുടെ അച്ഛന് അത്രയ്ക്ക് കുശുമ്പാണോ? അല്ല അത്രയ്ക്ക് കഷ്ടമാണോ? അതുകൊണ്ടാണോ സ്വർണം കൊണ്ടുപോയി വിറ്റത്? എൻ്റെ അച്ഛനെ എടുത്തിട്ടില്ല വലിയമ്മേ. ഇതൊക്കെ ഇവർ പറഞ്ഞുണ്ടാക്കുന്ന കള്ളവാ. ആർക്കറിയാം എന്താണ് സത്യം, എന്താണ് ശരിയെന്ന്? പക്ഷേ പോലീസ് കണ്ടുപിടിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണുവിനെ സംശയിച്ചേ പറ്റൂ. പോലീസുകാരാ? നന്ദു, ഇവൾ അനിയത്തി. അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് എൻ്റെ കുടുംബത്തോട് വല്ലാത്ത ശത്രുതയാണ്. അതിൻ്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കിയതാണെങ്കിലോ? അങ്ങനെ ഒരു പോലീസുകാർക്കും കള്ളക്കേസ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അങ്ങനെ കള്ളക്കേസ് ഉണ്ടാക്കിയാലും അത് തെളിയിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും നീ സംസാരിക്കേണ്ട അനാമികയെ. കള്ളി വെളിച്ചത്തായപ്പോൾ നീ നല്ലവളാകാൻ ശ്രമിക്കുകയാണോ? ഇനി അത് നടക്കില്ല. നിൻ്റെ അച്ഛൻ പോലും കുറ്റസമ്മതം നടത്തി കഴിഞ്ഞു. ഇനി അതങ്ങ് സമ്മതിച്ചേരെ, അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നയനയും ആദർശവും അങ്ങ് പോവുക. ഈ സമയം ദേവയാനയും പോയി. അപ്പോൾ ജാനകി പറയുക, എൻ്റെ മോളെ കള്ളിയാക്കാൻ വേണ്ടി നടക്കുക. അത് കേട്ടതും അതെ അമ്മേ, ആ നന്ദുവാ എല്ലാത്തിനും കാരണം. കള്ളക്കേസ് ഉണ്ടാക്കി നടക്കുക അവൾ. അങ്ങനെ നന്ദുവിന് കള്ളക്കേസ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അനാമികയെ. അവൾ സത്യമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നവളാ. നയനെ ചിലപ്പോൾ വല്ല കള്ളം പറഞ്ഞു കാണും. പക്ഷെ എന്ന് കരുതി നീ നന്ദുവിനെ പഴിക്കണ്ട. അവൾ സത്യത്തോടൊപ്പം നിൽക്കുന്നവളാ, ഒരിക്കലും കള്ളത്തരത്തിന് കൂട്ടു നിൽക്കില്ല.
പിന്നെ കള്ളം ചെയ്യുകയുമില്ല. അത് ഞങ്ങൾക്ക് അവളെ കുഞ്ഞുനാൾ മുതലേ അറിയാവുന്നതുകൊണ്ട് പറയുന്നതാ. എന്തായാലും നിന്റെ അച്ഛൻ കള്ളനാണെന്നുള്ള കാര്യം സത്യമായിട്ട് തെളിഞ്ഞത് തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് മുകളിലേക്ക് പോവുക. ഈ സമയം ആകെ ടെൻഷൻ അടിച്ച് അനാമിക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. വല്ലാത്ത കഷ്ടമായി. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യയാണ്. നവ്യ കുഞ്ഞിന് ചോറ് കുറുക്ക് കൊടുത്തോണ്ടിരിക്കുക. അപ്പോഴേക്കും നയന വന്നു. ആഹാ, ചേച്ചി കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുകയാണോ? നീ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നേ? കുഞ്ഞിനെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാ. ഓ, നിന്റെ മോള് സ്കൂളിൽ പോയിരിക്കുകയാണല്ലോ, അപ്പം പിന്നെ എൻ്റെ മോളെ കളിപ്പിക്കണമല്ലോ, അതിനുവേണ്ടി വന്നാണോ നേരം പോകാൻ? അങ്ങനെയൊന്നും ഇല്ല ചേച്ചി. ചേച്ചിയല്ലേ എന്നോട് പറഞ്ഞത് ചന്തമോളുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കരുതെന്ന്. ഞാൻ കുഞ്ഞിനെ എങ്ങാനും എടുത്താൽ മോള് കുഞ്ഞേന്നും പറഞ്ഞുകൊണ്ട് ഓടി വരും. അങ്ങനെയുള്ളപ്പോൾ ആ കൊച്ചിനെ അടിക്കാനൊന്നും എനിക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയുടെ അടുത്തൊന്ന് കുഞ്ഞിനെ എടുക്കാത്തത്. അത് കേട്ടതും വേണ്ട വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. എൻ്റെ കുഞ്ഞിനെ അവൾ തൊട്ടാലുണ്ടല്ലോ, അവളെ ഞാൻ അടിക്കും. അങ്ങനെ ചേച്ചി അടിച്ചാൽ അതിൻ്റെ പേരിൽ ചേച്ചിക്ക് ഒരുപാട് വിഷമിക്കേണ്ടി വരും. അത് ചേച്ചി ഒന്ന് ഓർത്തോ. എൻ്റെ നയനെ, നീ വലിയൊരു മണ്ടിയാ. ആ കുഞ്ഞ് ആദർശേട്ടനെ അച്ഛന്ന് വിളിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിന്നെ അമ്മന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല നയനെ. ചേച്ചി, അങ്ങനെ ആ കുഞ്ഞെന്നെ അമ്മന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്ന് വിചാരിച്ചോ? അല്ലാതെ ചേച്ചി ഇങ്ങനെ വെറുതെ അതിനെ കുറ്റം പറയണ്ട. ആ കുഞ്ഞു കൊച്ചിനെ എന്തിനാ ചേച്ചി ഇങ്ങനെ തള്ളി നിർത്തുന്നത്? എനിക്കതിനെ സ്നേഹിക്കാനൊന്നും കഴിയില്ല. നിന്റെ മോളായിരുന്നെങ്കിൽ ഞാൻ അവളെ പൊന്നുപോലെ നോക്കിയേനെ. പക്ഷേ അവൾ നിന്റെ മോളല്ല, അന്യൻ്റെ കുഞ്ഞാ. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അവളെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല നയനെ. നിന്റെ ജീവിതം തകർക്കാൻ വേണ്ടി നിന്റെ ജീവിതത്തിലേക്ക് കയറി വന്നവളവള്. ചേച്ചി അനാമികയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, ഒരിക്കൽ ഈ സ്വർണം എടുത്ത് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും തലയിൽ കെട്ടിവെച്ചു. അതുപോലെ തന്നെ ആ സ്വർണം എടുത്തതിൻ്റെ പേര് മാത്രമല്ല, ചേച്ചിയുടെ കുഞ്ഞിനെ ചേച്ചിയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവളാണ് അനാമികയുടെ അച്ഛനും അമ്മയും പിന്നെ അനാമികയും. എന്നിട്ട് ചേച്ചി അതൊക്കെ മറന്നിട്ട് അവരുടെ കൂടെ ചേരുവാണോ? ഞാൻ ആരുടെയും കൂടെ സെറ്റ് ചേർന്നൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ എന്താണ് സത്യം അവിടെ നിൽക്കൂ. അല്ലാതെ ആരെയും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അത് കേട്ടതും ചേച്ചി ഒന്നും ഓർക്കണം. അമ്മ ആ പായസം എടുത്ത് കുടിച്ചില്ലായിരുന്നു, പാലെടുത്ത് കുടിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കാൻ പോകുന്നത്? അമ്മയ്ക്ക് ആകെ പണിയായെന്നായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്നൊക്കെ പറയുക. അത് ശരിയാണ്. പക്ഷെ എന്നാലും എനിക്ക് അങ്ങോട്ട് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആദർശേട്ടൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തു. എന്നിട്ടും ആദർശേട്ടൻ്റെ കുറ്റങ്ങൾ മറക്കാൻ നീയും നിൻ്റെ ഈ അമ്മായിയമ്മയും അമ്മായിയച്ഛനും ഒക്കെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ചേച്ചി ഇന്ന് ഈ പറയുന്നതിനൊക്കെ ചേച്ചി നാളെ ദുഃഖിക്കേണ്ടി വരും. എൻ്റെ ആദർശേട്ടൻ തെറ്റ് ചെയ്ത് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? പിന്നെ എന്തിനാടി ചന്തുമോളുടെ അച്ഛനാണെന്ന് അയാൾ അംഗീകരിച്ചത് എന്നൊക്കെ പറയണം. അത് കേട്ടതും ഞാൻ അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാര്യമുണ്ടാവും. അല്ലാതെ ചേച്ചി വിചാരിക്കുന്ന പോലെ നല്ല സംഭവങ്ങൾ എന്നും നയന പറയുക. ഇത് കേട്ടതും ആര് കണ്ടു? എന്താണ് സത്യം എന്താണ് ശരിയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എന്തൊക്കെ സംഭവിച്ചാലും ശരി, ആ കുഞ്ഞിനെ അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല. ചേച്ചി ഒരു കാര്യം ഓർത്തോ, ഒരു ദിവസം ചേച്ചി ഇതിൻ്റെ പേരിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. അതെനിക്ക് നന്നായിട്ടറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നയന കുഞ്ഞിനെയും കൊണ്ടങ്ങ് പോവുക. ഇത് കണ്ടതും നമ്മുടെ നവ്യ ആലോചിക്കുകയാണ്, ഞാൻ എന്തിനാ ദുഃഖിക്കുന്നത്? ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ട് എനിക്ക് ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ചന്തുമോളെ ഏറ്റെടുത്തിട്ട് ഇവളുടെ ജീവിതം തകരാൻ പോകുന്നത്, എന്നിട്ട് ഞാൻ ദുഃഖിക്കും പോലും എന്നും ആലോചിച്ചുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന ദേവയാനിയാണ്. അന്ന് നെക്ലസ് മാല കാണാനില്ല എന്നും പറഞ്ഞ് അനാമിക വന്നിട്ട് ദേവയാനിയോടും ജാനകിയോടൊക്കെ പറയുന്ന സമയത്ത് ആരായിരിക്കും എടുത്തതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയമ്മയുടെ മരുമോള് തന്നെയായിരിക്കും എടുത്തത് എന്നും അനാമിക പറഞ്ഞതും ഒക്കെ ഇങ്ങനെ ആലോചിക്കുക. അയ്യോ പാവം, അന്നത്തെ ദിവസം പാവം ഗോവിന്ദനെയും കനകയെയും നയനയും ഒക്കെ ഞാൻ പ്രതിയാക്കി. വല്ലാത്തൊരു തെറ്റാണ് ഞാൻ ചെയ്തത്. അവളുടെ വാക്ക് കേട്ട് ഞാൻ അവരെയൊക്കെ കള്ളന്മാരാക്കി. പാവം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ജയൻ അങ്ങോട്ട് വരിക. എന്താ ദേവേനെ, ഭയങ്കര ആലോചനയിലാണല്ലോ? അതെ ജേട്ടാ, ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്. എന്തിന്? അന്നാ സ്വർണം വേണു എടുത്തോണ്ട് പോയത്. എന്നിട്ട് അതിൻ്റെ പേരിൽ പാവം നയനമോളെയും അവളുടെ കുടുംബത്തെയും ഒരുപാട് പഴിച്ചു. അന്ന് എനിക്ക് അവളോട് ഇഷ്ടമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ ഇന്ന് അതിനെക്കുറിച്ച് ഓർത്ത് എനിക്ക് കുറ്റബോധം തോന്നുക. വേണു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാ? വേണുവിന് അത്രയും കടബാധ്യത ഉണ്ടോ ചേട്ടാ? ഉണ്ടാവും നന്ദേവേനെ, ഉണ്ടാവും. അയാൾ നമ്മുടെ മുൻപിൽ അഭിനയിക്കുകയായിരിക്കും. സ്വർണ്ണങ്ങൾ മുഴുവനും അയാൾ അടിച്ചു മാറ്റി കാണും. അല്ല, അനാമികയ്ക്ക് കൊടുത്ത സ്വർണം മുഴുവനും എവിടെ? അതൊക്കെ അവരുടെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് അവരെ സൂക്ഷിക്കണം. എന്തൊക്കെയാണെങ്കിലും അയാൾ ഭയങ്കര പൈസക്കാരനാണെന്ന് നമ്മുടെ മുൻപിൽ അഭിനയിക്കുമായിരുന്നായിരിക്കും. അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ മകൾക്ക് വേണ്ടി കുറേ സ്ഥലമൊക്കെ മേടിച്ചിട്ടിട്ടില്ലേ? കോടികൾ വില വരുന്ന സ്ഥലം അത് കേട്ടതും എൻ്റെ ദേവയാനി, ഒരു സ്ഥലം മേടിച്ചു എന്ന് പറയാൻ ആ സ്ഥലം കാണിച്ചിട്ട് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഇനി ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ.
അതുകൊണ്ടാണ് എൻ്റെയും സംശയം. അത് കേട്ടതും അതേ ചേട്ടാ, അവരൊരു സ്ഥലം മേടിച്ചു. എന്നിട്ട് ആ സ്ഥലത്തിൽ അനാമികയ്ക്കും ഒരു വലിയ വീട് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ആ സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ എനിക്കൊരു കാറ് കൊടുത്തു. ആ കാറ് കൊടുത്തതിന് ശേഷം എനിക്ക് ആ കാർ ഓടിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ വീടിൻ്റെ മുമ്പിൽ ഇടാന്ന് പറഞ്ഞിട്ട് ആ കാറിനെ കുറിച്ചും ഒരു ഐഡിയ ഇല്ല. എവിടെ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എല്ലാം അന്വേഷിച്ചേ പറ്റൂ ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. മൊത്തത്തിൽ അവളെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ട് അനിയെ അവർ മുക്കി, അതാണ് സത്യം എന്നും പറഞ്ഞ ദേവയാനി നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം.